ഒടുവിൽ അല്പസമയം മുമ്പാണ് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ട പാക് ഭീകരരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതിൽ പാക് സൈന്യം പങ്കെടുത്തു, ISIയുടെ ഏജന്റുമാരും പങ്കെടുത്തു എന്നതിന് വിശ്വസനീയമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇവരുടെ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തതാണ്. അപ്പോൾ ഈ ഭീകരവാദികൾക്ക് ISIയും പാകിസ്ഥാൻ സർക്കാരും പാക് സൈന്യവും കുടപിടിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ സമയമാണ് ഭീരുക്കൾ മാത്രം ചെയ്യുന്ന പ്രവൃത്തി തെമ്മാടി രാഷ്ട്രത്തിൽ നിന്ന് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യയിലെ പാവപ്പെട്ട ഗ്രാമീണർക്ക് നേരെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ആക്രമണത്തെ പാകിസ്ഥാൻ പേടിച്ചു എന്നതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ്. പാകിസ്ഥാൻ ഭീകരരെ സംരക്ഷിക്കുന്ന രാഷ്ട്രമാണ് എന്നതിന്റെ തെളിവ് പുറത്തു വന്നതിന്റെ അതിന്റെ ആശങ്കയിലും അതിന്റെ അമ്പരപ്പിലും അതിന്റെ നാണക്കേടിലുമാണ് ഇന്ത്യക്കെതിരെ ഇങ്ങനെയുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. കിരൺ, ഇപ്പോഴും എന്താണ് അതിർത്തിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്? ഷെല്ലാക്രമണം തുടരുകയാണോ? സൈന്യം ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നത് പൂഞ്ച് രജൌരിയിലും ഈ രണ്ട് മേഖലയിലാണ്, LOCയോട് ചേർന്നുള്ള മേഖലകളാണ്. ഈ രണ്ട് മേഖലകളിലാണ് വ്യാപകമായ ഷെല്ലാക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അതിർത്തിയിൽ വെടിവെപ്പും ഷെല്ലാക്രമണവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അങ്ങനെ ഒരു വ്യാപകമായ രീതിയിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു മരണത്തിലേക്കൊന്നും നീങ്ങിയിരുന്നില്ല. ചെറിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതിരോധവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന, ഗ്രാമീണരായ മനുഷ്യർ താമസിക്കുന്ന LOCയിലൊക്കെ നിരവധി ഗ്രാമീണർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്, ആൾപ്പാർ ജനവാസ കേന്ദ്രങ്ങളാണ്. അവിടേക്ക് സാധാരണഗതിയിൽ ഒരു യുദ്ധഘട്ടത്തിൽ പോലും അത്തരം കേന്ദ്രങ്ങളിലേക്കൊന്നും ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാറില്ല. പക്ഷേ പാകിസ്ഥാൻ കണ്ടത് ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ് എന്നുള്ള നിലയ്ക്കാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ ഇന്ത്യൻ സേനയ്ക്ക് നേരെയോ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്താനുള്ള ശേഷി പാകിസ്ഥാന് ഇല്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ്. ദുർബലരായ സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകൾക്ക് നേരെ, കുട്ടികളാണ്, സ്ത്രീകളാണ് മരണമടഞ്ഞതിൽ ഭൂരിപക്ഷം പേരും, അവരുടെ വീടുകൾക്ക് നേരെയാണ് ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്ത്യ കൃത്യമായി തിരിച്ചടിച്ചെങ്കിൽ ഇന്ത്യ തിരിച്ചടിച്ചതെല്ലാം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തിരിച്ചടിച്ചത്. ആ ഭീകര കേന്ദ്രങ്ങൾക്ക് തൊട്ടടുത്ത വീടുകൾക്ക് പോലും പരിക്ക് പറ്റരുത് എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് സ്കാൽപ്പ് മിസൈൽ ഇന്ത്യ ഉപയോഗിച്ചത്. ആ വീടുകളിലേക്ക് തുരന്നിറങ്ങി അതിന്റെ ഒന്നാമത്തെ നിലയും ഭൂഗർഭ അറകളിലേക്കടക്കം കടന്നു ചെന്ന് അവിടെയാണ് സ്ഫോടനം നടത്തിയത്. അവിടെ വെച്ചാണ് മസൂദ് അസറിന്റെ താവളമായ ബഹാവൽപൂരിലെ മർകസ് സുബാൻ അള്ള എന്നുള്ള താവളം തകർത്തപ്പോൾ അതിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം അസർ തന്നെ പരസ്യമായി സമ്മതിച്ചതാണ്. അപ്പോൾ പാകിസ്ഥാൻ പറയുകയാണ്, ഷഹബാസ് ഷെരീഫും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് എന്ന്. മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും മസൂദ് അസറിന്റെ അനുയായികളുമാണ് ബഹാവൽപൂരിൽ കൊല്ലപ്പെട്ടത്. 100 കിലോമീറ്റർ ഉള്ളിലേക്ക് മിസൈൽ പായിച്ച് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ. അപ്പോൾ ഭീകരരാണ് കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ഭീകരരുമായി ചേർന്ന് നിൽക്കുന്നവരാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യം ലോകത്തിന് ബോധ്യമായിട്ടും പാകിസ്ഥാന് ബോധ്യമാകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാന്റെ ചാര ഏജൻസിയായ ISIയുടെ ഏജന്റുമാരും പാക് പോലീസും പാക് സൈന്യവും ഒക്കെ പങ്കെടുത്തു. ഉദാഹരണത്തിന് പാക് അധീന കശ്മീരിലെ ബിലാൽ എന്ന ഭീകരവാദ കേന്ദ്രം, അത് ഇന്ത്യ തകർത്തതാണ്. അത് പാക് അധീന കശ്മീരിലാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പാണ് മാർക്കസ് സിദിന, അല്ലേ? അവിടെ ബിലാലിലാണത്. അത് തകർത്തത് ഇന്ത്യൻ സൈന്യം ഇന്നലെ രാത്രിയാണ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ. അതിന്റെ മേധാവിയായിരുന്നു യാക്കൂബ് മുഗൾ കൊല്ലപ്പെട്ടു. ഈ യാക്കൂബ് മുഗളിന്റെ സംസ്കാര ചടങ്ങിൽ ISI ഏജന്റുമാരും പാക് പോലീസും പാക് സൈന്യവും ഒക്കെ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തുന്നത് ഇന്ത്യയുടെ സാധാരണ ഗ്രാമീണർക്ക് നേരെയാണല്ലോ കിരൺ. മഞ്ജുഷ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാകിസ്ഥാനെ സംബന്ധിച്ച്, പാകിസ്ഥാൻ ഒരു ഭാഗത്ത് സൈന്യം നിൽക്കുന്നു, മറുഭാഗത്ത് ഭരണകൂടം നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഈ ഭീകര സംഘടനകൾ നിൽക്കുന്നു. ഇവരെല്ലാം ഇന്ത്യയെ പോലെ ഒരു സൈന്യം ഭരണകൂടം തീരുമാനിച്ച് സൈന്യത്തിന്റെ ഓപ്പറേഷനോട് ഏതെങ്കിലും ആക്രമണം നടത്താവുന്ന രാജ്യമല്ല. അവർ വലിയ സംഘർഷത്തിലായിരിക്കണം സ്വാഭാവികമായി നിൽക്കുന്നത്. തിരിച്ചടിക്കാൻ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തിരിച്ചടിക്കാനുള്ള സൈനിക ശേഷിയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നില്ല. തൽക്കാലത്തേക്ക് വികാരം ശമിപ്പിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ കഴിയുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാടൻ ചൊല്ലുണ്ട്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മട്ടിൽ. അങ്ങാടിയിൽ കരുത്തന്മാരോട് മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം വീട്ടിൽ വന്ന് അമ്മയുടെ നേരെ കുതിര കയറുന്നത് പോലെയാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ, അതിർത്തിയിൽ താമസിക്കുന്ന ഗ്രാമീണരായ മനുഷ്യർ. അവർക്ക് നേരെ യുദ്ധമുണ്ടാകുമ്പോൾ പോലും ഇന്ത്യയായാലും പാകിസ്ഥാനായാലും അത്തരത്തിൽ ആളുകൾക്ക് നേരെ ഒരു തരത്തിലും ആക്രമണം നടത്താറില്ല, അവരുടെ നേരെ ഷെല്ലാക്രമണം നടത്താറില്ല.
അവരുടെ വീടുകൾക്ക് നേരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെ ഒരു പ്രത്യേക സുരക്ഷയോ ഇന്ത്യ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഗ്രാമീണർക്ക് നേരെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തുമെന്നത്. അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ആക്രമണം നടത്തണം, അതിനുവേണ്ടി അവർ ഗ്രാമീണർക്ക് നേരെ ഷെല്ലാക്രമിക്കുന്നു. അത്തരത്തിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങിയിരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ തന്നെ പാകിസ്ഥാൻ നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടിയാണ് നീങ്ങുന്നത്. കൃത്യമായി പാകിസ്ഥാനുള്ളിൽ 100 കിലോമീറ്റർ അടക്കം ഉള്ളിൽ കടന്നുകൊണ്ട് അവിടുത്തെ ഭീകര താവളങ്ങൾ കൃത്യമായി കണ്ടെത്തി ആ കൃത്യമായ താവളങ്ങൾക്കുള്ളിൽ മാത്രം ലക്ഷ്യമിട്ട് ലക്ഷ്യം എങ്ങനെയാണോ ആ ലക്ഷ്യത്തിലേക്ക് മാത്രമായി മിസൈൽ പായിച്ച് അതുമാത്രം നശിപ്പിച്ച് ചുറ്റുമുള്ള വീടുകൾക്ക് പോലും പരിക്കേൽക്കാതെ ആരെയാണ് ഒരു ഷാർപ്പ് ഷൂട്ടർ എങ്ങനെയാണോ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് അയാളുടെ തലയ്ക്ക് മാത്രം വെടിയേറ്റ് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പോലും അടുത്ത് നിൽക്കുന്ന ആൾ വെടിയേറ്റ് വീഴുമ്പോൾ മാത്രം അറിയുന്ന രീതിയിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ വെടിവെക്കുന്നത്. അതുപോലെയാണ് ഇന്ത്യ മിസൈൽ പായിച്ച ഈ ഭീകര കേന്ദ്രങ്ങൾ ഒന്നൊന്നായി 25 മിനിറ്റിനുള്ളിൽ ഈ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചത്. 24 മിസൈലുകൾ ഇന്ത്യ ഒരേ സമയം 25 കിരൺ, എന്തായാലും അതിർത്തിയിൽ ഷെല്ലാക്രമണം പാകിസ്ഥാൻ തുടരുകയാണ്. തിരിച്ചടിക്കുമെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞതിന് പിന്നാലെ വീണ്ടും ഇല്ലേ പ്രകോപനപരമായ കാര്യങ്ങളാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. ഇത് അവസാനിപ്പിക്കണം, ഇതോടെ അവസാനിപ്പിക്കണം, വീണ്ടും പ്രകോപനം തുടർന്നാൽ ഇതായിരിക്കില്ല മറുപടി എന്ന മുന്നറിയിപ്പ് ഇന്ത്യ നൽകുകയും ചെയ്തു. പക്ഷെ പാകിസ്ഥാൻ പ്രകോപനം തുടരുക തന്നെയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ആണ് ഈ ആക്രമണം. അതായത് തീവ്രവാദത്തിന്റെ സ്വഭാവം എന്തായിരുന്നു അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ സൈന്യവും നടത്തുന്നത്. നേരത്തെ തീവ്രവാദികൾ ആക്രമിച്ച് ഭീകരരെ കൊലപ്പെടുത്തിയത് അത് ഇപ്പോൾ പാക് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. പാക് സൈന്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു. സൈന്യം എവിടെയാണ് എന്നുള്ള ചോദ്യം ജനങ്ങൾ ഉന്നയിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി അത് ഇന്ത്യയുടെ തലയിൽ കെട്ടിവെച്ച് സാധാരണക്കാർക്കെതിരെയാണ് ആക്രമണം നടക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുകയും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇത് കാണിക്കുകയും ചെയ്യുവാനുള്ള വ്യഗ്രതയാണ് പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചൈന മാത്രമാണ് പാകിസ്ഥാന് പിന്തുണ നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ചൈനയുടെ പിന്തുണ ഉറപ്പിക്കാൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ചൈനീസ് അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തിയ പാക് വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ തിരിച്ചടിയും തുടർന്നുള്ള സാഹചര്യങ്ങളും ചൈനയെ ധരിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് ചൈനയുടെ പിന്തുണയുണ്ടെന്നാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെയും അവകാശവാദം. ഇന്ത്യയുടെ തിരിച്ചടി ചൂണ്ടിക്കാട്ടി UN സുരക്ഷാ സമിതിയിലെയും പാകിസ്ഥാൻ സമീപിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം UN സുരക്ഷാ സമിതിയിൽ ഇതിന് പിന്നിൽ മുഴുവൻ ഇന്ത്യയാണ്. പാകിസ്ഥാൻ ഒരു പങ്കുമില്ല ഇത്തരം ഭീകരാക്രമണങ്ങളിൽ. അത് മാത്രവുമല്ല, പാകിസ്ഥാന്റെ മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ നേരത്തെ തീവ്രവാദികളെ വളർത്തിയിരുന്നു, പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നുമില്ല എന്നാണ്. അവിടെയാണ് മഞ്ജുഷ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. അതായത് അസദിന്റെ കുടുംബാംഗങ്ങൾ മരണപ്പെട്ട അതിന്റെ സംസ്കാരം പാകിസ്ഥാൻ സമയം 4 മണിക്കായിരിക്കുമെന്ന് കൃത്യമായ വാർത്താക്കുറിപ്പിലൂടെയാണ് അസദ് അറിയിച്ചത്. ആ ചടങ്ങിലാണ് പാക് സൈന്യവും അതോടൊപ്പം തന്നെ ISI ഏജന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്തത്. അങ്ങനെ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ വ്യക്തമാക്കുകയാണ് ഞങ്ങൾ തന്നെയാണ് ഭീകരവാദത്തെ വളർത്തുന്നത്, അവർക്ക് വെള്ളവും വളവും നൽകുന്നത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളുടെ ഭരണകൂടമാണ്, സൈന്യമാണ് എന്നൊരിക്കൽ കൂടി വ്യക്തമാക്കുന്ന സാഹചര്യം. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ വീണ്ടും നേടാൻ ഉള്ള ശ്രമമൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോഴാണ് സാധാരണക്കാർക്ക് നേരെ രാവിലെ പുറത്തുവിട്ട ദൃശ്യങ്ങളെക്കാൾ കൂടുതൽ ദൃശ്യങ്ങൾ വൈകിട്ടോടുകൂടി ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തവുമാണ്. ഓരോ ഭീകര ക്യാമ്പുകളിലും ഏത് രീതിയിലാണ് മിസൈലുകൾ വന്ന് പതിച്ചത്, അതുപോലെ തന്നെ ആക്രമണത്തിന് മുൻപ് ഈ ക്യാമ്പുകളുടെ അവസ്ഥ എന്തായിരുന്നു, അതിനുശേഷം തകർന്നടിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു എന്നതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ 9 ക്യാമ്പുകളും മാർക്കസ് സുബാനുള്ള ബഹാവൽപൂർ ഏറ്റവും പ്രധാനം ഈ ക്യാമ്പായിരുന്നു. അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറമുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രം, ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരർക്കുള്ള നഴ്സറി, അവിടെ മസൂദ് അസറിന്റെ താവളം, വീടുകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അവിടെ പരിശീലനം, ആയുധ പരിശീലനം ഉണ്ടായിരുന്നു, മതപഠനം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉള്ള മർക്കസ് സുബാൻ അള്ള ബഹാവൽപൂർ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. രണ്ടാമത്തേത് മുരിദ്കയിലെ മാർക്കസ് തൈബയാണ്. അത് ലഷ്കർ-ഇ തോയ്ബയുടെ രണ്ടാമത്തെ കൊടും ഭീകര സംഘടന ലഷ്കർ-ഇ തോയ്ബയുടെ ശക്തി കേന്ദ്രം. അവിടെയാണ് 2000 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു മുരിദ്കയിൽ മർക്കസ് തായിബ. അവിടവും തകർത്തെറിഞ്ഞു. അവിടെയായിരുന്നു അജ്മൽ കസബ് പരിശീലനം നേടിയത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവു റാണയും പരിശീലനം നേടിയത് ഇതേ കേന്ദ്രത്തിലായിരുന്നു. അതും തകർന്ന് തരിപ്പണമാക്കിയിരിക്കുകയാണ്. സർജാലിലെ ടെഹ്റ കലാൻ, അവിടെയും ഇന്ത്യ ആക്രമണം നടത്തി. 4 കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. 5 പാക് അധീന കശ്മീരിലും ഇന്ത്യ ആക്രമണം നടത്തുകയുണ്ടായി. സിയാൽകോട്ടിൽ